ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ കഴിഞ്ഞ് ശനിയാഴ്ച മുപ്പട്ട് ശനിയാണ്, കന്നിമാസത്തിലെ ആദ്യത്തെ ശനി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കന്നിമാസം എന്ന് പറയുന്നത് തിരുപ്പതി ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ്. കന്നിമാസത്തിലെ ശനിയാഴ്ചകളിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ ഗോവിന്ദ എന്നുള്ള നാമം ചൊല്ലി 27 നാണയങ്ങളോ തുളസി ഇലകളോ ഏലക്കായോ ഒക്കെ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാൻ സാധിക്കാത്തവർ ഈ കന്നിമാസത്തിലെ ശനിയാഴ്ചകളിൽ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ശനിയാഴ്ചകളിൽ ചെയ്യുന്ന പൂജയാണ്. അത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ആ ഒരു ഗോവിന്ദ നാമവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇത് ശനിയാഴ്ച ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ശനിയാഴ്ചകളിൽ ഈ ഒരു പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിലാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പൂജ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് തരും. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് സന്ധ്യയ്ക്കും ചെയ്യാം. പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന ഈ ഒരു വെങ്കടേശ്വര പൂജ നമുക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുവന്ന് തരും. നാളെ വെള്ളിയാഴ്ച ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നാളത്തെ ദിവസം മുപ്പട്ട് വെള്ളിയാണ്, മകം നക്ഷത്രത്തോടു കൂടി വന്നിരിക്കുന്ന ദിവസം. നാളത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ നല്ല രീതിയിലുള്ള ധനവരവ് നമുക്ക് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടി മറക്കാതെ പോയി കാണണം. അപ്പോൾ ശനിയാഴ്ച ചെയ്യേണ്ടുന്ന വെങ്കടേശ്വര പൂജ ഞാൻ പറഞ്ഞ സമയത്ത് എവിടെയാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം. ഒരുപാട് പേര് വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഭഗവാൻ കൃഷ്ണനെയോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരത്തെയും നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ്. പക്ഷേ ലക്ഷ്മി സമേതനായിട്ടുള്ള വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കഴിയുന്നതും ഒരു ചെറുതെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഫോട്ടോ തുടയ്ക്കുമ്പോൾ മഞ്ഞളിൽ പൊടി നമ്മൾ റോസ് വാട്ടറിനകത്ത് നന്നായിട്ട്, അതായത് റോസ് വാട്ടർ എടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് നന്നായിട്ട് ആ വെള്ളം കലക്കിയിട്ട് അതുകൊണ്ട് നമ്മൾ വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ തുടയ്ക്കണം. വെങ്കടേശ്വര ഭഗവാന്റെ ഏതൊരു പൂജ ചെയ്യുമ്പോഴും നമ്മൾ പുനുക്, പച്ചക്കർപ്പൂരം ഇവയൊക്കെ ഉപയോഗിക്കണം. കാരണം ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. തിരുപ്പതിയിൽ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു പച്ചക്കർപ്പൂരവും പുനുകും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇട്ട് ഫോട്ടോ തുടയ്ക്കണം. ഭഗവാന് പൊട്ട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഒരു മഞ്ഞൾ പൊടിയിലും ഒരല്പം നമ്മൾ പച്ചക്കർപ്പൂരം ചേർത്ത് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഭഗവാന് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തുളസി മാല നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലി തുളസിമാല കിട്ടുന്നതിന് വളരെയധികം ഓസ്പീഷ്യസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ല, കടയിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റായിട്ട് തുളസിമാല മേടിക്കുകയാണെങ്കിൽ അത് ചാർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ മുല്ലമാലയോ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷേ ഒരു തുളസി ദളമെങ്കിലും ഭഗവാന് സമർപ്പിച്ചിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ശംഖുചക്രനാമമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്യണം. അതും വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസം ഭഗവാന് 27 ഏലക്ക കൊണ്ടുള്ള മാലയും ചാർത്തണം. നമ്മൾ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ അത് ഏത് ദിവസമാണെങ്കിലും മഹാലക്ഷ്മിയെയും കൂടി ഒന്നിച്ചിരുത്തി നിങ്ങൾക്ക് പൂജ ചെയ്യാം. എല്ലാവരുടെയും കയ്യിൽ ലക്ഷ്മി സമേതമായിട്ടുള്ള ഭഗവാന്റെ ഫോട്ടോയായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ അല്ല എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നതിന് മുമ്പും ശ്രീ മഹാലക്ഷ്മിയെ നമായെന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഇടതുവശത്തായിട്ടൊരു പൂ സമർപ്പിച്ചാൽ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്താലും മതിയാവും. എന്നിട്ട് ഭഗവാന്റെ 2 സൈഡിലും വിളക്കുകൾ കൊളുത്തി വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ മാവിളക്ക് ശനിയാഴ്ച മറക്കാതെ മാവിളക്ക് കൊളുത്തിയിരിക്കണം. എങ്ങനെയാണ് മാവിളക്ക് കൊളുത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ മാവിളക്ക് കൊളുത്തുക. മാവിളക്കിന് ഡയറക്ഷൻ കിഴക്കോട്ട് നോക്കിയും നമുക്ക് കൊളുത്തി വെക്കാം. അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഭഗവാനെ നോക്കിയിരിക്കുന്ന പോലെയും നമുക്ക് മാവിളക്ക് കൊളുത്താവുന്നതാണ്. അങ്ങനെ മാവിളക്കും റെഡിയാക്കി
വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചപാത്രത്തിൽ ജലം വയ്ക്കുക എന്നുള്ളതാണ്. പഞ്ചപാത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതില്ല എങ്കിൽ നിങ്ങൾ വീട്ടിലുപയോഗിക്കുന്ന കിണ്ടി എടുക്കാം. ഇനി അതുമില്ലെങ്കിൽ ചെറിയ ചില്ലിൻ്റെ ഗ്ലാസ് എടുത്താലും മതിയാവും. ശനിയാഴ്ചകളിലെ വെങ്കടേശ്വര പൂജയിൽ തീർച്ചയായും പഞ്ചപാത്രത്തിൽ ജലം ഉൾപ്പെട്ടിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: പഞ്ചപാത്രത്തിൽ ജലം, ആ ജലത്തിൽ ഒരു തുളസി ഇല ഇടണം. അതേപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് പച്ചക്കർപ്പൂരം അതിനകത്ത് ചേർക്കണം. ഏലയ്ക്ക ചതച്ചതും, തോട് വേണ്ട, അതിൻ്റെ കുരു മാത്രം എടുത്ത് അത് ചതച്ചതും കൂടി ആഡ് ചെയ്ത് ഭഗവാന് മുൻപിൽ വെക്കണം. ഇത് വളരെയധികം ഭഗവാന് പ്രിയപ്പെട്ട തീർത്ഥമാണ്. ഇത് കന്നിമാസത്തിലെ ശനിയാഴ്ചകളിലല്ല, എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ വിളക്ക് കത്തിക്കുമ്പോൾ വെക്കാവുന്നതാണ്. പക്ഷേ കന്നിമാസത്തിൽ ഇത് വെക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് നിങ്ങൾ രാവിലെ ഭഗവാന്റെ പൂജ ചെയ്യുമ്പോൾ വെച്ചിട്ട് സന്ധ്യയ്ക്കത്തെ പൂജയും കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഇത് കുടിക്കണം. പച്ചക്കർപ്പൂരത്തിൻ്റെ ആ ഒരു കുത്തുള്ളത് കൊണ്ട് കുടിക്കാനായിട്ടൊരു മടി തോന്നിയാലും ഇത് ഔഷധത്തിന് സമമാണ്. നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പം ഉള്ളിനെ മുഴുവൻ തണുപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും മറക്കാതെ ചെയ്യണം. അങ്ങനെ അതും എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ മാവിളക്ക് കൊളുത്താൻ. മാവിളക്ക് കൊളുത്തി അതിൽ കുങ്കുമപ്പൂവിടണം. ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരല്പം പച്ചക്കർപ്പൂരവും കൂടിയിട്ട് ആ ഒരു മാവിളക്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കൊളുത്തി വെച്ചതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടുന്ന നാമം, നിങ്ങൾ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലി 27 തവണയൊക്കെ അർച്ചന ചെയ്തോളൂ. അതിനോടൊപ്പം ശനിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഗായത്രി മന്ത്രം 11 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഇത് വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സോടുകൂടി ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എപ്പോഴും പറയുന്നത് പോലെ കോടീശ്വര ഭഗവാനാണ് തിരുപ്പതി ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാനോട് നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാക്കി തരണമെന്നും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കി തരണമെന്നും പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത്. ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന ഗോവിന്ദ നാമം ചൊല്ലി അർച്ചനകളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് അവസാനം ചെയ്യേണ്ടുന്ന കാര്യം, ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് എടുക്കുക. ആ ക്ലോത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നിങ്ങൾ 1 രൂപ, 11 രൂപ, 21 രൂപ, 31 രൂപ, എത്ര രൂപയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ആ ക്ലോത്തിൽ വെച്ച് ഒരു ചെറിയ പീസ് ഓഫ് പച്ചക്കർപ്പൂരം, ഏലയ്ക്ക, അതേപോലെ ഒരു തുളസി ഇലയും കൂടി വെച്ച് അതൊരു കിഴിയായിട്ട് കെട്ടി ആ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കുക. വെക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ആഗ്രഹം കന്നിമാസം തീരുന്നതിന് മുൻപ് സാധിച്ചു തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. കന്നിമാസത്തിൽ എത്ര ശനിയാഴ്ചകളിൽ ഓരോ ശനിയാഴ്ചയും വ്യത്യസ്ത തരം പൂജകളായിരിക്കും. പക്ഷേ നമ്മൾ ആ 4 ശനിയാഴ്ചയിലും പൂജ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയാണോ വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ വെക്കുന്നത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഈ മാസം തീരുന്നത് വരെ ശനിയാഴ്ചകളിലെ പൂജ ചെയ്യുമ്പോൾ ആ പൂജയിൽ ഈ ഒരു കിഴിയും ഉൾപ്പെടുത്തി ഭഗവാനോട് ഞാൻ പറഞ്ഞല്ലോ ആ കിഴി കയ്യിലെടുത്ത് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ശനിയാഴ്ചകളിൽ പൂജ ചെയ്യുമ്പോൾ അതിന് സാമ്പ്രാണിത്തിരി ധൂപദീപ ആരതി കാണിച്ചാൽ മതിയാവും. കന്നിമാസം തീരുമ്പം, കന്നിമാസത്തിലെ ശനിയാഴ്ചകളെല്ലാം കഴിഞ്ഞിപ്പം ഒരു ശനിയാഴ്ച പീരീഡ്സ് ആയിട്ട് മിസ് ചെയ്താലും കുഴപ്പമില്ല. ആ ശനിയാഴ്ചകളെല്ലാം തീർന്നു കഴിയുമ്പം വീടിനടുത്തുള്ള വിഷ്ണു ഭഗവാന്റെയോ കൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ഏത് അവതാര ക്ഷേത്രമാണിപ്പം പെരുമാൾ കോവിലുണ്ട് നിങ്ങളുടെ വീടിനടുത്തെങ്കിൽ അവിടെയാണെങ്കിലും ഈ ഒരു കിഴി അതേപോലെ അതൊന്നും ചെയ്യണ്ട, അതേപോലെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതിയാവും. ഇനി തിരുപ്പതി പോകുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം കുറച്ചും കൂടി എമൗണ്ട് ഇട്ടിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് ഇൻകം നിങ്ങൾക്ക് കൂടണം, ധനവരവ് കൂടണം, ജോലിയിൽ ശമ്പളം കൂടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ ശനിയാഴ്ച മുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒന്നെങ്കിൽ ഒരു യെല്ലോ കളർ ക്ലോത്തിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ₹1 വെച്ച് എടുത്തെടുത്ത് വെക്കാവുന്നതാണ്. അത് ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിക്കണം, എൻ്റെ വീട്ടിലോട്ടുള്ള ധനവരവ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ₹1. അങ്ങനെ അല്ലെങ്കിൽ ഈ ശനിയാഴ്ച നിങ്ങൾ ₹1 ₹2 എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാ മാസവും നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, നിങ്ങളുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി ചെയ്യുമ്പോൾ ആ ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു എമൗണ്ട്, അത് എത്ര വേണമെങ്കിലും ആകാം, ₹10 ₹5 ₹100 എത്രയും ആകാം, അത് ഭഗവാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് ഓരോ മാസം വേണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അടുത്തുള്ള വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അങ്ങനെയല്ല ഇത് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചാൽ നമുക്ക് തിരുപ്പതിയിൽ വളരെ പെട്ടെന്ന് ചെല്ലാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കൂട്ടി വെച്ച് തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുമ്പം അവിടുത്തെ ഹുണ്ടിയിൽ സമർപ്പിക്കാം. എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെ ചെയ്താലും ഏത് രീതിയിൽ ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ധനവരവ് കൂടുന്നതാണ്. ഇതിന് ശേഷം ധൂപദീപ ആരതിയൊക്കെ എടുത്ത് നമ്മൾ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് നിവേദ്യം, ഞാൻ പറഞ്ഞല്ലോ അതിൽ തുളസിയിലയിട്ട് അവൽ സമർപ്പിക്കണം, പാല് കാച്ചി വെക്കാം, പാൽപ്പായസം സമർപ്പിക്കാം, തൈര് സാദം സമർപ്പിക്കാം, പഴം സമർപ്പിക്കാം. നിങ്ങളെക്കൊണ്ട് എന്ത് സമർപ്പിക്കാൻ പറ്റുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് ഈ ഒരു കന്നിമാസത്തിലെ ശനിയാഴ്ച വെങ്കടേശ്വര പൂജ എന്ന് പറയുന്നത്. ആരും തന്നെ മിസ് ചെയ്യാതെ ഈ ഒരു പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.